ഹായ് കൂട്ടുകാരെ, നമ്മളൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. നമ്മുടെ ഓഫീസിൽ നിന്ന് എല്ലാവരോടും ചേർന്നിട്ട് എല്ലാവരും ചേർന്ന് കൈനഗിരി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം 6:30 മണിയായി. 6:30 മണിക്ക് നമ്മൾ പുറപ്പെട്ട് അവിടെ ഒരു 10 മണിക്ക് എത്തുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ 10-12 പേരോളമുണ്ട്. ഇടയ്ക്ക് 2 പേര് കയറാനുണ്ട്. ബാക്കി 10 പേര് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ഒരു 7:30-8 മണിയാകുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലും വണ്ടി നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. നമ്മൾ ഡ്രൈവർ റൌഫാണ്, ബിസ്മില്ല ട്രാവൽസ് ഓടിക്കുന്നത്. ഇടയ്ക്ക് കഴക്കൂട്ടത്തുനിന്നും പിന്നെ മേനംകുളത്തുനിന്നും 2 പേര് കയറാനുണ്ട്. അവരിവിടെ കയറ്റിയിട്ടായിരിക്കും യാത്ര പോകുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് പൗണ്ട് കടവ്, സ്റ്റേഷൻ കടവ് ആ റൂട്ടിലാണ്. എന്നിട്ട് നേരെ നമ്മൾ NH ക്രോസ് ചെയ്ത് വാമനാപുരം റോഡിലോട്ട് പോകും. ഇപ്പം നമ്മൾ വെഞ്ഞാറമൂടെത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഒരു ചായക്കടയുടെ മുമ്പിലാണ്, വെഞ്ഞാറമൂട് ജംഗ്ഷനിലുള്ളൊരു ചെറിയൊരു തട്ടുകട മാതിരിയുള്ള കടയാണ്. തട്ടുകടയല്ല, അവിടെ നിന്ന് നല്ല ഓരോ ചായ കലത്തിലാണ്, അവിടുത്തെ പ്രത്യേകത കലത്തിലാണ് ചായ കൊടുക്കുന്നത്. ചെറിയ മൺകലത്തിൽ. അവിടെ ഒരു പൂരി എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരെനിക്കറിയില്ല. അതും നമ്മൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായയും നല്ല ചായയായിരുന്നു. ചായയൊക്കെ നമ്മളെല്ലാവരും കുടിച്ച് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ പുള്ളിക്കാരൻ ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും പുറപ്പെടുകയാണ്. ഇനിയിപ്പം അങ്ങനെ MC റോഡ് വഴി നമ്മളെല്ലാവരും ആർത്തില്ലസിച്ച് പോവുകയാണ്. ഇടയ്ക്ക് ചായ കുടിച്ചപ്പോഴത്തേക്ക് എനർജി വന്ന് അങ്ങനെ പാട്ടും തുടങ്ങിയിട്ടുണ്ട്. ഒരു ടൂറൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പാട്ട് പാടി ഉല്ലസിച്ച് പോകണമെങ്കിൽ ഒരു രസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് തന്നെയാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത്. അധികം നീണ്ട ഒരു 3-3.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് കൈനഗിരി എത്തും. ഇതിനിടയിൽ നമ്മൾ കൊട്ടാരക്കര കഴിഞ്ഞ ഉടനെ എവിടെന്നെങ്കിലും നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പുള്ളിക്കാരൻ റൌഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് വണ്ടി ഓടിക്കുന്നത്. റോഡ് വഴി വളരെ സേഫ്റ്റി ആയിട്ട് തന്നെ പോകും. നമ്മുടെ വണ്ടിയുടെ മുമ്പ് ഒരു ടാങ്കറും 2 കാറുമായിട്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ശ്രമിക്കുന്നു. ഇപ്പോൾ ടാങ്കർ തന്നെ ഓവർടേക്ക് ചെയ്യാൻ ഇത്തിരി പാടാണല്ലോ. പെട്ടെന്ന് സൈഡ് കൊടുക്കുക, ഒരു സൈഡ് വിട്ട് പോകത്തില്ല. അപ്പോൾ നമ്മളും അതിൻ്റെ പിറക്കി വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കിളിമാനൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൊട്ടാരക്കര കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരു സുഹൃത്ത് കയറാനുണ്ട്. പുള്ളിയുടെ ഒരു റിലേഷനുള്ളൊരു കട തന്നെ റോഡിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നില്ല, ആ കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ തന്നെ നിർത്തിയത്. ഇത് പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊട്ടാരക്കരയ്ക്ക് അപ്പുറം പട്ടാഴിയിലാണ് ഈ സുഹൃത്തിൻ്റെ വീട്. അപ്പോൾ പുള്ളിയുടെ ബന്ധത്തിലുള്ളൊരു കടയാണ്. അപ്പം അവിടുന്ന് നമ്മൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ അടുത്ത യാത്ര പുറപ്പെടാനായിട്ട് നിൽക്കുകയാണ്. അത്യാവശ്യം സിഗരറ്റ് കുടിക്കാനുള്ള സിഗരറ്റ് മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, ഒരു 1.5 മണിക്കൂർ. നല്ല റോഡല്ലേ, പെട്ടെന്ന് എത്തും. അന്ന് പിന്നെ ഞായറാഴ്ച ആയിരുന്നുകൊണ്ട് തിരക്കും വളരെ കുറവായിരുന്നു. റോഡ് തിരക്ക് കുറവായിരുന്നു. പാട്ടൊക്കെ പാടിയെങ്കിലും ഒത്തിരി ഇതായിട്ടിരിക്കുകയാണ്. എങ്കിലും ഇതൊക്കെ പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ പോകുന്നത് പറഞ്ഞാൽ അവിടെ ഒരു ഫങ്ഷൻ കൂടെ ഉണ്ട്. നാളെ ഒരു നമ്മളെ ഒരു സംസ്ഥാന സമ്മേളനമുണ്ട് സംഘടനയുടെ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ കുട്ടനാട് റോഡിൽ കയറിയിട്ടുണ്ട്. MC റോഡിൽ നിന്ന് നമ്മൾ കുട്ടനാട്ടേക്ക് പോകുന്ന റോഡുണ്ട്, ആ റോഡിൽ കയറിയിട്ടുണ്ട്. 2 സൈഡും നല്ല മനോഹരമായ പാടമാണ്. പാടം എന്ന് വെച്ചാൽ വെള്ളം 2 സൈഡും വെള്ളമെന്ന് വേണം പറയാം. പാടം എന്ന് പറയാൻ വെള്ളം കെട്ടി നിൽക്കുവാണ്. കാണാൻ നല്ല കാഴ്ചയാണത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിങ്ങനെ 2 സൈഡും കാണാൻ നല്ല കാഴ്ച. സത്യത്തിൽ വെള്ളം കെട്ടി 2 സൈഡും വെള്ളമാണ്. വെള്ളം കഴിഞ്ഞ ഉടനെ അപ്പുറത്ത് വീടുമുണ്ട്. അതങ്ങനെ ഇപ്പുറത്തും വെള്ളമുണ്ട്, വലത് സൈഡിലും ഇടത് സൈഡിലും വെള്ളമാണ്. പിന്നെ വീടുകളുമുണ്ട്. പിന്നെ ഇടയ്ക്ക് പാലങ്ങളുണ്ട്, ഓവർബ്രിഡ്ജുകളുണ്ട്. എല്ലാവരെയും വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെറിയ വള്ളങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ വീടുകളിൽ കാറ് പാർക്കിങ് വേണമെങ്കിൽ ഓരോ വീട്ടിൻ്റെ ഫ്രണ്ടിലും ചെറിയ വള്ളങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അവരുടെ തന്നെ വെള്ളമായിരിക്കും അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയുള്ളതായിരിക്കും തോന്നുന്നു. വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്. എത്താറായി. ഇനി ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൈനഗിരിക്ക്.
കൈനഗിരി ഇവിടുന്ന് ഇതിൽ കാണിക്കുന്നത് 1/2 കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് വലത് സൈഡിലോട്ട് ഒരു സൈഡ് റോഡ് കാണുന്നുണ്ട്, അതിൽ കയറി പോകണമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ആഹാരം വെച്ച് കഴിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ എന്തെങ്കിലുമൊക്കെ വാങ്ങണം. അപ്പോൾ ഇടയ്ക്ക് ഒരിടത്ത് നിർത്തേണ്ടതായിട്ട് വരും. ബാക്കി അരിയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസും ചിക്കനും ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. പിന്നെ കപ്പയുണ്ട്, കപ്പ 5 കിലോ വാങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ പോയി വെച്ച് കഴിക്കണം. ഏകദേശം എത്താറായി, ഇനി 1-1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൈനഗിരി എത്തിയിട്ട് പിന്നെ അവിടുന്ന് ബോട്ടിൽ വേണം അപ്പുറത്ത് ക്രോസായി പോകാൻ. അപ്പുറത്താണ് നമ്മളെ റിസോർട്ട്, നമ്മൾ ബുക്ക് ചെയ്ത് റിസോർട്ട് ചെയ്യുന്നതിനപ്പുറത്താണ്. അവിടെ നല്ല പാടമുണ്ട്, നെൽപ്പാടമുണ്ട്. അതെല്ലാം ഇതൊക്കെ കുട്ടനാട് മാത്രമേ ഇപ്പോഴും ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പാലക്കാടും കുട്ടനാട് മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ച കാണാൻ. ചിക്കൻ വാങ്ങുന്നതിന് വേണ്ടി ഒരു കടയിലെ ഫ്രണ്ട് നിർത്തി. അത്യാവശ്യം സിഗരറ്റ് വലിക്കാനും ഉള്ള സ്റ്റൗവിനോട് ചേർത്താണ് അവിടെ തന്നെ നിർത്തിയത്. അപ്പോൾ നമ്മളൊരു 3 കോഴിയെ വാങ്ങി ഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനെ ക്ലിയർ ചെയ്ത് തരാൻ, നല്ല ചെറിയ പീസാക്കി തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കോഴി കട്ടി ചെയ്യുന്ന ബ്രേക്കിലാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഒത്തിരി ചൂണ്ട കിട്ടുമ്പോൾ ചൂണ്ട വാങ്ങാനായിട്ട് 2 പോയിട്ടുണ്ട് അപ്പുറത്തോട്ട്. ഈ കാണുന്ന കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. അവിടെ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. ഈ ചെറിയ വെള്ളത്തിൽ പോലും ചെറിയ മീനുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചേ വെള്ളം ഉള്ളെങ്കിൽ അതിൽ മീനുണ്ട്. നമ്മളതിൻ്റെ അതാണ് റോദോട് നോക്കി ചൂണ്ട ഇടാതെ തന്നെ അവനെ പിടിക്കുക അതിന് മീൻ. ഇങ്ങനെയുള്ളൊരു വിധം എല്ലാവരും നല്ല ത്രില്ലാണ്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റിസോർട്ടിൽ ചെന്നിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടായി കഴിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ അവിടെ തന്നെ ബോട്ടിങ് ചെയ്യാമെന്നാണ് പ്ലാൻ. ശേഷം നമ്മളെ റാവുത്തർ കാക്ക വരുന്നുണ്ട. പുള്ളിയാണിതിൽ നമ്മളെ എല്ലാത്തിൻ്റെയും ക്യാപ്റ്റൻ റാവുത്തർ. ഇതിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല രസിച്ച് നിൽക്കുകയാണ്. അവിടെ ഒരു ലോട്ടറി ചേച്ചിയുണ്ട്. ലോട്ടറി ചേച്ചിയിൽ നിന്ന് ഞാൻ ഒരു ലോട്ടറി എടുത്തു. അത് കണ്ട് പിന്നെ ബാക്കി എല്ലാവരും അവരിരുന്ന ലോട്ടറി മുഴുവനും ഇനി വാങ്ങി. ഇനി ഒരു 3-4 ബാക്കിയുള്ളവരും കട അടച്ച് പോയി കാണും. നമ്മൾ പോയപ്പോൾ ഒരു കട അടച്ചിട്ട് പോയി കാണും. ഞാൻ വാങ്ങുന്ന എന്നോട് ബാക്കി എല്ലാവരും പിന്നെ നമ്മളെ ട്രിപ്പിൻ്റെ വകയായിട്ട് തന്നെ ഒരു 3 ലോട്ടറി വാങ്ങിയിട്ടുണ്ട്. നോക്കാം, ചിലപ്പോൾ ഭാഗ്യം അടിക്കും, ഏതെങ്കിലും ഒന്നും അടിക്കാതിരിക്കില്ല. അവർ ഇരുന്ന ലോട്ടറി മൊത്തം തീർന്നു. നമ്മൾ എത്തിയിരിക്കുന്നത് കൈനഗിരി നമ്മുടെ റിസോർട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്. ഇനി വണ്ടിയൊക്കെ നമ്മൾ വന്ന ബിസ്മില്ല ട്രാവൽസ് അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തു. നമ്മളെ കയ്യിൽ ഇരിക്കുന്നത് ചൂണ്ടയാണ്. ഒരാളെ കയ്യിലാണ് ചൂണ്ടിരിക്കേണ്ട 3 ചൂണ്ട വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ കാണുന്ന ഈ കായൽ ക്രോസ് ചെയ്ത് ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഈ കായൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമ്പോൾ അവിടെയാണ് നമ്മൾ താമസിക്കേണ്ട, നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടുള്ളത്. അപ്പോൾ റിസോർട്ട് കയറി നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയറി നമ്മൾ അപ്പുറത്തോട്ട് പോകും. എല്ലാവരും കയറി വെള്ളം പതുക്കെ മൂവ് ആവുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൈനഗിരിയിൽ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ആലപ്പുഴ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയിരുന്ന സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവിടെ പോയി ഒരു ദിവസം ബോട്ടിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ടൂറിസ്റ്റുകളും ഒത്തിരി ബോട്ടുകളും ഒക്കെ ഹൗസ് ബോട്ടുകൾ ഒരുപാട് പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ കറക്റ്റ് 10:20 ആയപ്പോൾ അവിടെ എത്തി. ഇനി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയം. എന്തായാലും അവിടെ റിസോർട്ടിൽ ചെന്ന ഉടനെ തന്നെ ഭക്ഷണം ഉണ്ടാകും. എങ്കിലും ഒരു 12-1 മണി ആകുമ്പോഴത്തേക്ക് ഭക്ഷണം തയ്യാറാകും. കഴിച്ചിട്ട് വേണം പിന്നെ തിരിച്ച് നമുക്ക് ചെറിയൊരു ബോട്ടിങ് പോകാൻ. അതൊക്കെ വലിയൊരു രസം. ചുമ്മാ വന്ന് കറങ്ങിപ്പോയിട്ട് കാര്യമില്ല. കുറച്ച് എൻജോയ്മെൻ്റൊക്കെ ഉണ്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. വെയിലിന് ഇത്തിരി ചൂട് കൂടുതലാണെന്ന്. 10 മണിക്ക് നല്ല ചൂടുണ്ട്. എങ്കിലും ഈ വെള്ളത്തിലൂടെ പോകുന്നതുകൊണ്ട് ആ ചൂടിന് അത്ര കാഠിന്യം അനുഭവപ്പെടുന്നില്ല. അടിപൊളി സ്ഥലം, എന്തായാലും സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ കൈനഗിരിയിൽ ഒരു ദിവസം പോയി താമസിച്ച് ബോട്ടിംഗ് ഒക്കെ ചെയ്ത് വരണേ. അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി. ഫാമിലിയായിട്ട് പോയാലും അവിടെ ഇഷ്ടംപോലെ റിസോർട്ട്സുകളുണ്ട്. അത്ര വലിയ എമൗണ്ട് ഒന്നുമില്ല. 3000-4000 രൂപയ്ക്കകത്തേ ഉള്ള റിസോർട്ടുകളുടെ വില ഒരു ദിവസം തങ്ങുന്നതിന്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡും വെച്ച് തരും.
അതിന് എത്ര വലിയ പൈസയൊന്നും ആവത്തില്ല. ഒരു ഫാമിലി പോയി കഴിഞ്ഞാൽ ഒരു 10-12,000 രൂപ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കറങ്ങി തിരിച്ചു വരാം. നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. കഴിഞ്ഞിട്ട് ഈ ഏപ്രിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി തിരക്കായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാം വെക്കേഷൻ സമയത്തൊക്കെ പോകാൻ ഇപ്പോഴേ നല്ലൊരു സമയമാണ്. ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ അധികം ചൂടൊന്നുമില്ല, അടിപൊളി നല്ലൊരു സമയമാണ്. എല്ലാവരും ഇങ്ങനെ ഫാമിലിയായിട്ടൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ച് വരാമെന്നുണ്ടെങ്കിൽ മനസ്സും കുറച്ച് കുളിർമയാവും, നല്ല റീഫ്രഷ് ആവും മൊത്തത്തിൽ. ഒരു ദൂരം ഹൗസ് ബോട്ട് വരുന്നുണ്ട്, ഇഷ്ടംപോലെ ഹൗസ് ബോട്ട് ഉണ്ട്. ഒന്നൊന്നുമല്ല, ഇങ്ങനെ വന്നും പോയി നിൽക്കും തന്നെ ഹൗസ് ബോട്ട് അവിടെ. ഇത് മെയിൻ കടവല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇത് വേറെ ഏതോ ഒരു വലിയ കായലിലോട്ട് ചെന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ താമസിക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്ന കെട്ടിടത്തിന് ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ ഓടിട്ട കെട്ടിടം അതല്ല, അപ്പുറത്ത് കാണുന്നതാണ്. ആ അപ്പുറത്തൊരു ഇത് കാണുന്നില്ലേ, ആർച്ച് പോലെയൊക്കെ, അതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ട്. കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. ഇതല്ല, അതുകൊണ്ട് ആ കാണുന്നത്. സൂപ്പർ. അപ്പോൾ ഒരു അപ്പനാണ് നമ്മളെ ബോട്ടിൻ്റെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാവരും വെയിലായതുകൊണ്ട് കൈയൊക്കെ എടുത്ത് പൊക്കി പിടിക്കാൻ തുടങ്ങി. എന്തായാലും എൻജോയ് ചെയ്യാൻ വന്നതല്ലേ. ഇത് ഇത്തിരി വെയിലെ കൊള്ളുന്ന കുഴപ്പമില്ല. നമ്മളെ റിസോർട്ടിൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല, നോക്കട്ടെ. കോട്ടൺ ലക്സ് എന്നങ്ങനെയാണ്, കോട്ടൺ ലക്സ് എന്നാണ് എൻ്റെ പേര്. ആ ഒരു ഹൗസ് ബോട്ട് അതിനപ്പുറത്ത് നമ്മൾ എത്തിയപ്പോൾ ഇറങ്ങാൻ പോകും. ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ലഗേജൊക്കെ ആയിട്ട് റിസോർട്ടിലോട്ട് പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം ഇതേ കണക്ക് ബോട്ടിൽ ഒന്ന് കായലിൽ ചുറ്റി അടിക്കാൻ, കുട്ടനാട് മൊത്തത്തിലൊന്ന് വീക്ഷിക്കാൻ. നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ നിന്ന് ഇറങ്ങി ഓരോരുത്തരത്ത് ഇറങ്ങുന്നുണ്ട്. ലഗേജ് ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാവരും ബാഗും പിന്നെ നമ്മളുടെ ഒരു ദിവസം തങ്ങുന്നതിനുള്ള അത്യാവശ്യം ഫുഡ് സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. അവിടെ ഉള്ളവരെയൊന്നും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി നമ്മൾ തന്നെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ബസ്മതി റൈസും ഉള്ളി, തക്കാളി, ചിക്കൻ, ബാക്കിയെല്ലാം അതിൻ്റെ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ച് തന്നെ വന്നിരിക്കുന്നത്. നോക്കട്ടെ, വരുന്ന സാധനം എടുത്തിട്ടുണ്ട്. അത് പറയില്ല, പേരൊന്നും പറയില്ല. സാധനം എല്ലാവരും ആൾക്ക് ഓരോന്നും എടുത്തിട്ടുണ്ട്. കൊള്ളാല്ലേ, അടിപൊളി. ഇതാണ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, എന്തോ ഇത്, കൊട്ടലക്ക് എന്നാണ് എഴുതിയിരിക്കുന്നതിനകത്ത്. നല്ല കാണുമ്പം അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ. നല്ല തെങ്ങ് മരത്തിൻ്റെ ഇടയിലുള്ളൊരു കെട്ടിടമാണ്. സൈഡിലൂടെ ഈ ബോട്ട് വന്ന് ഇറങ്ങുന്നത് ഒരു കാർ പോകുന്നൊരു വഴിയുണ്ട്. പക്ഷേ കാറൊന്നും വരത്തില്ല, അതുവഴി വഴിയുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ അങ്ങോട്ട് അകത്തോട്ട് പോകുന്ന വഴി. കൊള്ളാല്ലേ, അടിപൊളി. അതൊക്കെയാണ്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഫ്രണ്ടിൽ. ഇത് എന്ത് വേണമെങ്കിലും നമ്മൾ 10-12 പേർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് അതിനകത്ത്. ഗ്രൗണ്ട്. ഓരോരുത്തർ അവരവരുടെ ലഗേജുകളായിട്ട് ഒക്കെ പോകുന്നകത്തോട്ട്. ചാക്കുകെട്ടുകളുണ്ട്, അവരവരുടെ ബാഗുണ്ട്, ചാക്കുകെട്ടുകളുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ട ഈ വീഡിയോ നോക്കൂ, അടിപൊളിയാണ്. ഇനി ഇത് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം പുറത്ത് പോകും. സാധനമായിട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മളെ കമാൻഡർ, വേറൊരു കമാൻഡർ. ഇത് ചൂണ്ട കമാൻഡർ, ഇത് നമ്മളെ ഒറിജിനൽ കമാൻഡർ. സാധനം കൈ തറയിൽ വെക്കാതെ കൊണ്ടുപോകുന്നത്. അത്രയും സേഫ്റ്റി ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. നോക്കിയാണ് പൂ പോലെ കൊണ്ടുപോകുന്നത്. അവിടെ വെളിയിലൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇത് പഴയ ഒരു തറവാട് മാതിരിയാണ് എല്ലാം ഈ റിസോർട്ട് ഉണ്ടായിരിക്കുന്നത്. ഓടൊക്കെ മേഞ്ഞ് അകത്തളവും എല്ലാം ഉണ്ടെന്ന്. ഒരു ചെറിയൊരു കിണർ സൈഡിൽ കാണുന്നുണ്ട്. കെട്ടിടത്തിനകത്തായിട്ട് തന്നെയാണ് കിണർ കണ്ടത്. നേരെ അടുക്കളയിലാണ് പോകുന്നതെന്നല്ലോ. എല്ലാവരും അടുക്കളയിൽ തന്നെയാണ് പോകുന്നത്.
അടുക്കളയിലോട്ട് കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പുറത്ത് വരാനായിരിക്കും. തറ വെക്കല്ലേ അണ്ണ. അടിപൊളി കേട്ടോ, നല്ല വിശാലമായ ഏരിയ മൊത്തത്തില് കൊള്ളാം. നിങ്ങളപ്പോൾ ഇത് കണ്ടു നോക്കിയത് പിന്നെ കൈനഗിരിയിലാണ് നമ്മൾ എത്തിക്കുന്നത്. അവിടുത്തെ ഒരു സ്റ്റാഫാണ് പോയത്. പുള്ളിയുടെ പേര് അറിയില്ല, പോകുന്നയാൾ പരിചയപ്പെട്ടില്ലല്ലോ, പുള്ളിയുടെ പേരറിയില്ല. പിന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പുള്ളിയാണ് അതിൻ്റെ ഇൻചാർജ്. അപ്പുറത്തല്ല ഇപ്പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും. ഇത് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള കിച്ചണാണ് ഈ കാണുന്നത്, ഇടത് സൈഡിലോട്ട് കാണുന്നത്. ഇത് ഫുഡ് കഴിക്കാനുള്ള ഡൈനിങ് ഏരിയയാണ്. നമ്മുടെ ഫ്രിഡ്ജും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. സോഫ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കുന്നതിനുണ്ട്. അത് കിച്ചണാണ്ട്, ഇവിടെ ഇരിക്കാം. അപ്പുറത്താണ് ശരിക്കുമുള്ള നമ്മളെ ബെഡ്റൂം. 4 ബെഡ്റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വന്നത് അപ്പുറത്തായിരുന്നു, ഈ പോകുന്നിടത്താണ്. രണ്ടും ഒരുമിച്ച് തന്നെയാണുള്ളത്. ഇതൊരു ബിൽഡിങ്, ഒറ്റ ബിൽഡിംഗ് ആണ്. ഈ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് ഈ കിച്ചണിലോട്ട് വരെ ചെറിയ ഇടനാഴിയുണ്ട്. കിണർ ഞാൻ അതിൽ കിണർ സൈഡിലൊരു കിണർ കണക്ക് സാധനം കാണുന്നുണ്ടല്ലോ, അതിൽ വെള്ളമുണ്ട്, കിണറാണത്. ഇത് അകത്ത് നമ്മൾ കയറി അവിടെ നിന്ന് ഡ്രിങ്ക്സൊക്കെ എന്തൊക്കെ വെച്ചിട്ടുണ്ട് കുടിക്കുന്നതിന് വേണ്ടി. ഓരോരുത്തർ അവരവരുടെ റൂമുകൾ തേടി പോവുകയാണ്. എവിടെയാണെന്ന് റൂമെന്ന് മനസ്സിലാകത്തോണ്ട് ഇങ്ങനെ പകരം നിൽക്കും. അതാ അവിടെ ഒരു റൂമുകളാണെന്ന് തോന്നുന്നു. പുള്ളിയാണ് സ്റ്റാഫ്. ഇതൊരു റൂം, അടിപൊളി റൂം. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ചെയറും ടേബിളും അറ്റാച്ച് ബാത്റൂമും എല്ലാം ഉണ്ട്. 3 പേർക്ക് കിടക്കാം. പിന്നെ 4ാമത് ഒരാളുടെ കിടക്കാൻ വേണ്ടി ഒരു മാട്രസ് അടിയിൽ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇത് അപ്പുറത്ത് വേറെ റൂം. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ബാക്കി 2 റൂം ഉള്ളത്. ഇത് എല്ലാവരും കണക്ക് തന്നെയാണ്. കൊള്ളാം, അടിപൊളിയാണ്. AC റൂമാണ്. ഒരു ദിവസത്തേക്ക് 3000 രൂപയുള്ളൂ ഒരു റൂമിൽ. കൊള്ളാം. ഈ റേറ്റിന് ഇങ്ങനെ സ്ഥലത്ത് കിട്ടുന്ന, ഈ കൈനഗിരി പോലുള്ള സ്ഥലത്ത് ഈ റേറ്റ് കിട്ടുന്നതിന് നമുക്ക് വളരെ ലാഭകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്ക് സൈഡിലും വിശാലമായ ഏരിയ ഉണ്ട്. ഇത് ബാക്ക് സൈഡാണ്. അവരുടെ സ്റ്റാഫുകൾ താമസിക്കുന്ന റൂമാണ് ആ കാണുന്നത്. അവർ കൊച്ചുപാടിട്ട് ഇപ്പുറത്തും അപ്പുറത്തും വെള്ളമാണ്. ഈ കെട്ടിടത്തിന്റെ വലത് സൈഡിലും ഇടത് സൈഡിലും കായലാണ്. നടുക്കാണ് ഇരിക്കുന്നത്. അകത്തെ റൂമുകൾ അടിപൊളി. അതായത് ഞാൻ നേരത്തെ വന്നൊരു കിണർ, കൊച്ചു കിണർ, തടിയിലാണ് അതിന്റെ പാരപ്പറ്റൊക്കെ പണിതിരിക്കുന്നത്. കിണറിന്റെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതായത് പുള്ളി നമ്മളെ വണ്ടി ഓടിച്ചിട്ട് വന്ന പുള്ളിക്കാരനെ കൂടെ നമ്മളിഞ്ഞ് വിളിച്ച് അവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട, അദ്ദേഹം കൂടി നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. റാഫ് കാക്ക എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇനി നമ്മൾ ബോട്ടിങ് പോകുന്നവരൊക്കെ ഉണ്ട്, അത് കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇതുപോലെ ഒരു യാത്ര വല്ലപ്പോഴൊക്കെ എല്ലാവരും ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ഇനിയിപ്പം ഇത് കഴിഞ്ഞ ഉടനെ ഫാമിലിയായിട്ട് ട്രിപ്പ് എല്ലാവരും ഇവിടെ വരണമെന്നാണ് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമായ ഏരിയയാണിത്. ഓക്കെ, എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. നമ്മൾ എത്തിയ ഉടൻ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വെൽക്കം ഡ്രിങ്ക് എല്ലാം തന്നായിരുന്നു അവർ. അതെല്ലാം കുടിച്ചിട്ട് നമ്മൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയാണ്, വെളി ഭാഗമൊക്കെ ഒന്ന് കാണുകയാണ്. മൊത്തത്തിൽ റിസോർട്ടിനെ ഫുള്ളായിട്ടൊന്ന് വീക്ഷിക്കുകയാണ് എല്ലാവരും ചേർന്നിട്ട്. പുള്ളിക്കാരൻ ഫുള്ളായിട്ട് വീക്ഷിക്കുവാണ്. പുള്ളിയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള നടത്തിപ്പുകാരൻ എന്ന രീതിയിലാണ് പുള്ളിയുടെ നടത്തവും പോക്കുകൾ കണ്ടു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണത് റിസോർട്ടിൻ്റെ. ആ കാണുന്നത് നേരത്തെ നമ്മൾ ആദ്യം വന്നപ്പോൾ കയറിയില്ലേ, കിച്ചൺ ഏരിയയാണ്. പുറത്ത് ഒരു പട്ടിക്കൂട് കണക്കൊരു സാധനം വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഇത് കിച്ചണാണ്. കിച്ചൺ 2 റൂമാണ്. ഒന്ന് ഇത്, അതിലെല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. ഈ വെറും കിച്ചണിൽ എല്ലാ ഷെൽഫും പാത്രങ്ങളും ഗ്ലാസ്, പ്ലേറ്റ്, പാത്രങ്ങൾ, സ്റ്റൗവ്, ഗ്യാസ് സ്റ്റൗവ് എല്ലാം ഉണ്ട്. പിന്നെ ഫ്രിഡ്ജുണ്ട്. അപ്പുറത്ത് അതേ കണക്കൊരു വീണ്ടും ഒരു കിച്ചണോട് ചേർന്ന റൂം ഉണ്ട്. അതിൽ സ്റ്റോർ റൂം മാതിരി. അതിൽ മസാല ഐറ്റങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവരെല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. നമ്മൾ പോയി പാചകം ചെയ്ത മിക്സി, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡാണ്. അവിടെ ഒരു ചെറിയൊരു കെട്ടിടം കാണുന്നില്ലേ, അതവരുടെ സ്റ്റോറാണ്. അപ്പുറത്ത് അവർ താമസിക്കുന്നത്, ഈ സ്റ്റാഫ് താമസിക്കുന്നവരാണ് കൊച്ചു ഒരു ഇത് കണ്ടത്. അപ്പോൾ നമ്മൾ പാചകത്തിനുള്ള ബാക്കി പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തർ ഓരോ പണികളിലാണ്. ഇപ്പോഴും ഉള്ളി തൊലിപ്പും
പച്ചക്കറി കട്ട് ചെയ്യുമ്പോൾ ഒരാൾ ചിക്കൻ കഴുകുന്നുണ്ട്, അപ്പുറത്ത് ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കണം. പുള്ളി അതിനൊക്കെ ഭയങ്കര തേയാണ്, ചിക്കൻ കഴുകാനൊക്കെ. നല്ലോണം കഴുകണേ, ഇതിനെ കട്ടിങ്ങിന് കൊണ്ട് കളഞ്ഞാൽ മതി, അങ്ങനത്തെ ഒരു പുള്ളിയാണ്. മെയിൻ നമ്മളുടെ ചെഫാണ് പുള്ളി. പുള്ളി പാചകത്തിൽ കോഴിക്കോടൻ പാചകക്കാരനാണ്, ഫേമസാണ്. പുള്ളി ബിരിയാണി അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദം ബിരിയാണി, അത് കോഴിക്കോട് ബിരിയാണി അല്ല, തലശ്ശേരി ദം ബിരിയാണി എന്ന് ഉണ്ടാക്കി തരും. അതിന് മുമ്പായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ വെള്ളരിക്ക, ക്യാരറ്റ്, അതൊക്കെ ഒരു സലാഡ് ഐറ്റങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അത് ഇതിലൂടെ നടക്കും. പിന്നെ നമ്മൾ ആണുങ്ങളല്ലേ, ഇത്തിരി എന്തെങ്കിലും കണ്ടിട്ട് വേണ്ടേ കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വെള്ളത്തിലൂടെ തിന്നാൻ വേണ്ടിയുള്ളതാണ് ഈ സാധനങ്ങൾ. ഇതൊക്കെ ഉരുളിയെടുത്താൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആള് ശരിയാക്കണം, പറഞ്ഞതൊക്കെ എല്ലാം അറിയാൻ കേട്ടോ. എല്ലാം അറിയാം. ചിക്കനൊക്കെ ഏതോ ഒരു കല്യാണത്തിന് ഉണ്ടാക്കുന്നുണ്ട് എന്നൊന്നും അറിയില്ല. ആളും എടുക്കാനാണ് കേട്ടാ. കണ്ണാടി നെഞ്ചത്ത് വെച്ചിരിക്കും, കണ്ണാടി വെച്ചിട്ടെങ്കിൽ എന്തോ കുരുമുളക് പൊടി വാരി കയറുന്നുണ്ട്. അടുത്ത മുളക് സൈഡ് വഴി ഒളിച്ച് കൊടുക്കുന്നുണ്ട്. അതും മുളകാണ് മഞ്ഞാണ്. കണക്കെന്ന് നല്ലതാണ്, നല്ല മസാലയൊന്നും പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട. ഒരാൾ തളർന്ന് മൊബൈൽ കളി തുടങ്ങി. കട്ടിങ് വേണ്ട, 1.5 കട്ടിങ്ങാണത്. പക്ഷെ നേരം കൊണ്ടാണ് അരിഞ്ഞ് പറക്കി ഇടുന്നത്. ആ കൊണ്ടുപോകും. അടുത്ത ക്യാരറ്റ് എടുത്ത് ചിക്കൻ ഉണ്ടാക്കുന്നത് കണ്ടു കഴിക്കുമ്പോഴാണ് എല്ലാം ചെയ്യുന്നത്. അവിടെ അപ്പുറത്ത് ആട് നിന്നെല്ലാം റെഡിയായി കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ഒരു ഇതും ഇല്ലാതെ അപ്പുറത്ത് നിന്ന് അടുത്തത് ഫ്രൈക്കുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ എന്തൊരു മിച്ചർ തിന്നുന്നതാണ്, മാറ്റിയാൽ മിച്ചർ തിന്നുന്നതാണത്. വേറൊന്നുമല്ല, മിച്ചർ തിന്നാണ്, തെറ്റിദ്ധരിക്കാത്ത കാര്യം. എന്ത് മരണത്തിൽ എവിടെ പോകുന്നു? വീണ്ടും വന്ന് പരിപാടി കഴിയും. ചിക്കൻ റെഡി. ഇത് പയ്യാട്ട, ഇത് കറി സലാഡ് ആദ്യമല്ലേ. സലാഡ് കഴിച്ചിട്ട് ഇത് ജ്യൂസാണ്. ജ്യൂസിനൂടെ കഴിക്കാനുള്ള സലാഡ്. ഇവിടെ കപ്പ പൊളി തുടങ്ങി. 5 കിലോ കപ്പയാണ് കൊണ്ടുവന്നിരിക്കുന്നത് 12 പേർക്ക്. ഇന്ന് തീർക്കൂടല്ലാണിത്. നല്ലോണം അരിയണേ. ചെറിയ 5 കിലോ കപ്പ വെട്ടി നോക്കുന്നുണ്ട്. ആ അണ്ണന്റെ കട്ടിങ് കണ്ടത്തോന്നും ഇതുവരെയും കപ്പ കട്ട് ചെയ്തില്ല. കൈമുറിയാ നോക്കണേ. ആശ്ചര്യമില്ല, നല്ല പറഞ്ഞത്. ആ ഇത് കൈയുണ്ട്, പിച്ചാത്തിയൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ കപ്പ തൊലിക്കുന്ന ഒരാളാണ്. അത്രയും ശക്തിയുള്ള ആളാണത്. പിച്ചാത്തി ഇല്ലെങ്കിൽ കപ്പ പൊളിച്ചെടുക്കാൻ പറ്റിയ ഒരാളാണ്. എപ്പോഴേ പൊളിച്ചിരുന്നത് എനിക്ക് വയറ് വിശക്കുന്നല്ലേ. ശരി, അപ്പോഴ് കാര്യങ്ങൾ നടക്കട്ടെ. വേവിക്കാൻ കണക്കാറ്റ് പുഴുങ്ങാൻ തന്നെ വേവിക്കുമെന്ന് പറഞ്ഞു. കഷ്ണം പുഴുങ്ങിയെടുക്കും. ഇല്ലല്ല, മഞ്ഞപ്പൊടി ഇടുന്നില്ല. ഒരു താളത്താണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. വെറും കട്ടിങ് ഒക്കെ താള കട്ടിങ്ങാണ് കണ്ടോ. നമ്മളെ ബിജു സാറിനൊരു ഡൗട്ട്, കോഴി വെച്ചുകൊണ്ടിരുന്നത് ഇത് താറാവാണെന്നൊരു ഡൗട്ട്. ഇനിയിപ്പോൾ ഡൗട്ടൊക്കെ വരും. കോഴി താറാവും, താറാവ് കോഴിയാവും. ഇത് അവിടുത്തെ തന്നെ ഒരു പൂച്ചയാണ്. നമ്മളെ കണ്ടുകൊണ്ട് നല്ല കരയുന്നുണ്ട്. മ്യാവും മ്യാവും മ്യാവുന്ന്. പേടിക്കുന്നു വേണ്ട ഡേ, നമ്മൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ. അത് നമ്മളെ കണ്ടുകൊണ്ട് അവിടെ അതിൻ്റെ സിറ്റിംഗ് സ്ഥലത്തു നിന്ന് സ്വല്പം താഴെ ഇറങ്ങി നിന്നിട്ടുണ്ട്, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ്റെ മണം അടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത വിളിയെ വിളിക്കുന്നത്.
നിർത്തടാ നിനക്ക് ചിക്കൻ തിന്നാൽ പോരെ തരാം. കുറച്ച് വെയിറ്റ് ചെയ്യും, ചെറുക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, തരും നിനക്ക് തന്നിട്ടേ ഉള്ളൂ നമ്മൾ കഴിപ്പ് കേട്ടാ. അതെ നിർത്ത്. നാല് ഇതേയുള്ളൂ, 4 വെട്ടി എടുത്തു നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളൂ. നീ ആരുടെ പറഞ്ഞത്? അതെ, അപ്പൂപ്പനായിട്ട് ഗോണം പഠിപ്പിക്കണത്. നമ്മളെ സ്നാക്സ് തരായി ഇവിടെ എന്തോ സ്നാക്സ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞാണ് അവിടെ നിന്ന് ചിക്കനൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. കറി ആദ്യം നല്ലോണം കഴുകണം അരിയുക. മിച്ചർ എപ്പോഴും മിച്ചർ കാണിക്കാതിരിങ്ങനെ. ഇവൻ്റെ എന്തോ കണ്ടില്ല. മഞ്ഞപ്പൊടി അയ്യോ എന്തോ ഒരു മറ്റിൽ കൂടുതലായിരുന്നു കേട്ടോ മഞ്ഞപ്പൊടി. ഒരു മഞ്ഞപ്പൊടി 2 കിലോ ചിക്കന് കുഴപ്പമില്ല. ഗരം മസാലയുണ്ട് ഇവിടെ. കുരുമുളക് അവിടെ ഗരം മസാല വെച്ചിട്ടുണ്ട്. ഗരം മസാല കൊണ്ടുവന്ന് ഞാൻ ഇല്ല കൊണ്ടുവന്നു സാറേ. നോക്കിയിടപ്പാ ചുമ്മാ വെറുതെ വേറെ മാറ്റുണ്ട്. പൊടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ഞാൻ കൊണ്ടുവന്നു. എന്റെ തുണി ഗരം മസാല അവിടെ വെച്ചു. ഒന്നും വേണ്ട. മുടി പോണത് പ്രതിമാസം. മുടി പോണേ 24x7 മുടി പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും പൊഴിയോ? ഞാൻ ഇതുപോലെ ഇരുന്നല്ലേ 28, 20, 30 വയസ്സ് 35 വയസ്സ് വരെ ഇതുപോലെ ഇരുന്നേ. സത്യം തമാശല്ല. സത്യം കുട്ടാപ്പനായിട്ടിരുന്നല്ലേ. കൂടച്ചാറട്ടെ മതി. കാല് കളിക്കണം. ഓക്കെ ആടിപൊളി. വരെ ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇതിപ്പം നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ചില്ല, കഴിക്കുന്നതിന് മുമ്പുള്ള ഭാഗം കൊണ്ട് നിർത്തുകയാണ്. ഇനിയിപ്പോൾ ഇതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്.